ഹലോ മക്കളെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ +2 സുവോളജിയിലത്തെ സെക്കൻഡ് ചാപ്റ്ററായ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? നമ്മുടെ മോളിക്കുലാർ ബൈസിസ് അല്ലേ, അതായത് വലിയ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതേപോലെ നല്ല എളുപ്പത്തിൽ നമ്മൾ എന്ത് പഠിക്കും? നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: Name two programs launched by Government of India to attain reproductive health among the people. നമുക്കറിയാം, നമ്മുടെ ആളുകളിൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴും എന്താണ് പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അറിവില്ലായ്മകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോഴും ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളൊന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പദ്ധതികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മുടെ ഗവൺമെന്റ് ഈ പറഞ്ഞ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ പദ്ധതികളായിരിക്കാം നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഏതൊക്കെ പദ്ധതികളാവാം? നോക്കിയേ, ഒന്നാമത്തത് എന്തൊക്കെയാണ്? പദ്ധതിയുടെ പേരാണ് നമ്മൾ എന്തെന്ന് പറയണത്? RCH, റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന് പറയും. ഇത് എന്തൊക്കെ ഗോൾസ് ആണ്? ആ പദ്ധതിയാണ്, അതിന്റെ ഗോൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കിയേ. ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് വേരിയസ് റിപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്. അതായത് റിപ്രൊഡക്ഷനെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ആളുകളിൽ എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കുക, ആളുകളിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ചുള്ള അറിവുകൾ ആളുകളിലേക്ക് എത്തിക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ബർത്ത് കൺട്രോൾ. ബർത്ത് കൺട്രോളിനെ കുറിച്ചിട്ട് ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഒരു അറിവ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബർത്ത് കൺട്രോളിന്, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം, എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകളിൽ എന്ത് ചെയ്യുക, ഒരു കാര്യം അവരെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക അല്ലേ. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് ദ ഇൻഫോർമേഷൻ അബൌട്ട് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അഡോളസൻസ് ആൻഡ് റിലേറ്റഡ് ചേഞ്ചസ്, safe and hygienic sexual practices, sexually transmitted disease, etc. would help adolescent age group to lead a reproductively healthy life. നമുക്കറിയാം, നമുക്ക് അഡോളസൻസ് ഏജ് അല്ലേ, നമ്മൾ ആ പ്രായപൂർത്തിയാവുന്ന ഒരു ഏജ് ആണ് അല്ലെ, അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. ആ ടൈമിൽ നമുക്ക് പലതരത്തിലുള്ള ഈ പറഞ്ഞ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഈ റിപ്രൊഡക്ഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ടും പല തെറ്റിദ്ധാരണകളും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കൂടുതലും ആ പ്രായത്തിൽ എന്തായിരിക്കും, കുറെ കൂട്ടുകാരമല്ല, പിയർ ഗ്രൂപ്പ് ആയിരിക്കും. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവർ പറയുന്നതായിരിക്കും ശരി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ കൂട്ടുകാരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പല തെറ്റിദ്ധാരണകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അഡോളസൻസ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് അവരെയാണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് കൂടുതൽ എന്ത് ചെയ്യുക, ഇതുപോലെ എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അപ്പൊ അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളും ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുക. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവരെ കൂടുതൽ പറഞ്ഞ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ക്ലാസ്സസ് വരുന്നുണ്ട് അല്ലെ. +2 ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് എത്തിക്കുക. അടുത്തത് കെയർ ഓഫ് പ്രഗ്നന്റ് മദേഴ്സ്, പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ്. അതായത് ഈ സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്, പ്രഗ്നന്റ് മദേഴ്സിന് എന്ത് ചെയ്യുക, കൂടുതൽ കെയർ കൊടുക്കുക. അതേപോലെ പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് മദേഴ്സ്, അതായത് നമുക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം അമ്മമാരെ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നമുക്കറിയാം അംഗനവാടികളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള അല്ലെ പ്രഗ്നന്റ് ആയിട്ടുള്ളതും അതുപോലെ അഡോളസൻസ് ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ക്ലാസ്സും അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഒരു പദ്ധതിയാണ്, നമ്മുടെ RCH എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള. അതിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം കേട്ടോ. അപ്പൊ ഇത്രയും പദ്ധതികളാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പദ്ധതികൾ. ആ പദ്ധതികളുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്താണ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ഏതായിരുന്നു, നമ്മുടെ ചൈനയായിരുന്നു എന്ത്, പോപ്പുലേഷനിൽ ആദ്യം ജനസംഖ്യയിൽ ആദ്യം നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്.
ഇപ്പൊ എങ്ങനെയാണ്? നമ്മളാണ് അല്ലേ, നമ്മൾ ഇന്ത്യക്കാരാണ്. കാരണം എന്താണ്? അവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഒരുപാട് ജനസംഖ്യ അങ്ങോട്ട് കൂടി. അതിന് കാരണം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് ആദ്യകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവത്തോടെ അമ്മ മരിക്കുന്ന സാഹചര്യം, അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഫാന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവത്തോടെ കുഞ്ഞ് നഷ്ടപ്പെടുന്നത്, മരിക്കുന്നത്, അതാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി. പക്ഷെ ഇന്ന് എന്താണ്? അതൊക്കെ എന്താണ്? കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് എന്താണ്? പരമാവധി, അതായത് ഒരുപാട് കുറവാണത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അതൊരു കാരണമാകും. പിന്നെ എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആയ ആളുകളുടെ എണ്ണം എന്താണ്? കൂടുതലാണ്. അപ്പൊ റിപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ജനസംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ട് റീസൺസ്. എന്ത്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻസ് ഉള്ള റീസൺസ് ചോദിച്ചാൽ ഏതാണ്? ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, അമിനോസിന്തസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. അമിനോസിന്തസിസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മള് സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ലിംഗനിർണയം ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ബോർഡ് കാണാൻ പറ്റും ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ അമിനോസിന്തസിസ്, ചോദ്യം എന്താണ്? അത് ബാൻ ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് അമിനോസിന്തസിസ്? എന്താണ് അമിനോസിന്തസിസ്? നമ്മൾ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിംഗം പറയുമായിരുന്നു, അതായത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ അത് പറയുന്നത് എന്താണ്? തെറ്റാണ് അല്ലെ, ശിക്ഷാർഹമാണെന്നറിയാം. അപ്പൊ എന്താണ് ഈ പറഞ്ഞ അമിനോസിന്തസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? അതൊരു പ്രീനാറ്റൽ ടെസ്റ്റ് ആണ്. അതായത് നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ അമിനോസിന്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രീനാറ്റൽ ടെസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് എ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് based on chromosomal patterns in amniotic fluid. അതായത് നമ്മൾ അമിനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കുട്ടി കിടക്കുന്ന ഒരു ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ അമിനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡിൽ എന്തുണ്ടാവും? കുട്ടിയുടെ ക്രോമോസോംസ് ഉണ്ടാവും, ക്രോമോസോംസ് അടങ്ങിയിട്ടുണ്ടാവും. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഒരു നീഡിൽ വഴി ഇഞ്ചെക്ട് ചെയ്ത്, അതായത് എടുത്തിട്ട് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? അമിനോട്ടിക് സിന്തസിസ് എന്ന് പറയുന്നത്. അമിനോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ അമിനോസിന്തസിസ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രോമോസോം, ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അമിനോസിന്തസിസ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്തും കണ്ടെത്താൻ പറ്റും? സെക്സ് ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? അമിനോസിന്തസിസ് എന്താണ് എന്ന് ചോദിച്ചാൽ എഴുതണം കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് എ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ക്രോമോസോമൽ പാറ്റേൺസ് ഇൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഇറ്റ് ബാൻഡ്? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ബാൻ ചെയ്തു? ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? കാരണം ഇങ്ങനെ സെക്സ് അറിയാൻ തുടങ്ങിയപ്പോൾ, പെൺകുട്ടിയാണ് എന്നറിയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പെൺകുട്ടികളെ അബോർട്ട് ചെയ്ത് കളയാൻ തുടങ്ങി, നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അമിനോസിന്തസിസ് എന്താണ്? ബാൻ ചെയ്തത്. അപ്പൊ എന്താണ്? എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്? ബിക്കോസ് ഇറ്റ് ലെഡ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്. അതായത് ഭ്രൂണഹത്യ എന്ന് പറയും. പെൺകുട്ടികളെ എന്ത് ചെയ്ത്? പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് അമിനോസിന്തസിസ് എന്ത് ചെയ്തിട്ടുള്ളത്? ബാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ബ്ലോക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്? നമുക്കറിയാം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസി, ഇപ്പൊ വേണ്ട, പ്രഗ്നന്റ് ആവണ്ട എന്നുള്ള സാഹചര്യം, ഇപ്പൊ മാരേജ് ഒക്കെ കഴിഞ്ഞ് കപ്പിൾസ് തീരുമാനിക്കും, അപ്പൊ ഇത്ര കൊല്ലത്തിന് എന്ത് വേണ്ട, നമുക്ക് പ്രഗ്നന്റ് ആവണ്ട, കുട്ടി വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം? ഒരു നല്ലൊരു കോൺട്രാസെപ്റ്റീവിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം?
എന്തായിരിക്കണം? ഒന്നാമത്തെ കാര്യം എന്താണ്? അതെന്താണ്? സേഫ് ആയിരിക്കണം അല്ലെ? സേഫ് ടു യൂസ്. നമുക്ക് അത് ഉപയോഗിക്കണോണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. പിന്നുള്ളത് എന്താണ്? ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഈസിലി അവൈലബിൾ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമോ? ഇല്ല അല്ലെ? പെട്ടെന്ന് കിട്ടാത്തതോ അല്ലെങ്കിൽ നമുക്ക് വേറെ കഷ്ടപ്പെട്ട് മേടിക്കേണ്ട അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് തയ്യാറാകില്ല. അപ്പൊ ഈസിലി അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? എഫക്റ്റീവ് ആയിരിക്കണം അല്ലെ? നമ്മൾ ഈ പൈസ കൊടുത്ത് മേടിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എഫക്റ്റീവ് ആയിരിക്കണം. അപ്പൊ സേഫ് ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? റിവേഴ്സിബിൾ ആയിരിക്കണം. എന്താണ് ഈ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് നമ്മൾ ഇത് ഉപയോഗിച്ചു, അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് പ്രഗ്നന്റ് ആവണം അല്ലെ? അങ്ങനെ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് എഫക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ല നമ്മളിത് നിർത്തിക്കഴിഞ്ഞിട്ടും കോൺട്രാസെപ്റ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നിർത്തിക്കഴിഞ്ഞിട്ടും നമ്മൾ പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷമല്ലേ? അപ്പൊ അതെന്താണ്? അടുത്ത പോയിന്റ് എന്തായിരുന്നു? റിവേഴ്സിബിൾ ആയിരിക്കണം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രഗ്നന്റ് ആവണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഇന്റർഫിയർ ഇൻ സെക്ഷുവൽ ഡ്രൈവ്. അതായത് ആളുകളുടെ സെക്ഷുവൽ ഡ്രൈവില് ഒരിക്കലും അതെന്ത് ചെയ്യാൻ പാടില്ല, അത് കാരണം ഒരു ബുദ്ധിമുട്ട്, ഇന്റർഫിയർ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളായിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന്റെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആവണമെങ്കിൽ എന്താണ് ഈ പോയിന്റുകളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിലുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Different contraceptive methods are used to control population explosion. Summarize the natural method and barrier method of contraception. നമുക്കറിയാം ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ? അപ്പോൾ അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ മെത്തേഡും അതേപോലെ ബാരിയർ മെത്തേഡിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡും ഒന്ന് നോക്കാം. എന്താണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ്? അതെന്താണ് ചെയ്യുന്നത്? അവോയ്ഡ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് മീറ്റിംഗ്. അതായത് ഓവവും സ്പേമും തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ടാവാതിരിക്കുക, ആ ഒരു ചാൻസ് ഇല്ലാതാക്കുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ? നാച്ചുറൽ മെത്തേഡിന്റെ വഴി. നോക്കിയേ, അതില് ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. എന്താണ്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്നാണ് പറയുന്നത്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് കോയിറ്റസ് ഫ്രം ഡേ 10 to 17. അതായത് നമുക്കറിയാം നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് എടുക്കുമ്പോൾ 10 തൊട്ട് 17ാമത്തെ ദിവസം വരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. അതായത് എഗ്ഗിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് വരാം? എഗ്ഗ് വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? അവോയ്ഡ് കോയിറ്റസ്, അതായത് അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട്. ആ സമയത്ത് സെക്ഷൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ അതിന് വിഡ്രോവബിൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവബിൾ, അതായത് വിഡ്രോ പെനിസ് ഫ്രം ദ വെജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അതായത് ഇജാക്കുലേഷൻ നമുക്കറിയാം സ്പേം പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഇജാക്കുലേഷന് മുൻപ് പെനിസ് എന്ത് ചെയ്യണം? വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഡ്രോവബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ലാക്ടേഷണൽ അമിനേറിയ. നമുക്കറിയാം നമ്മൾ പ്രസവിച്ച് പാലൂട്ടുന്ന അമ്മമാർക്ക് എന്ത് നടക്കത്തില്ല? മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ ഓവുലേഷനും എന്ത് ചെയ്യും? ആ ടൈമിൽ നടക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യുക? നമുക്ക് സെക്ഷൽ കോണ്ടാക്ട് നടത്തിയാലും എന്ത് ചെയ്യില്ല? പ്രഗ്നന്റ് ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ഇത് ഒരുപോലെയാണോ? അല്ല, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 100% ഇത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നാച്ചുറൽ മെത്തേഡിൽ പറയുമ്പോൾ അതും എന്താണ്? ഒരു മെത്തേഡാണ് എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണിത്? ഒരു 6 മന്ത് വരെ, അതായത് പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് 6 മാസം വരെയും എന്താണ് ഈ പറഞ്ഞ സാധനം എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നമുക്ക് എന്താണ് ഇത് എഫക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോ 6 മന്ത് വരെയും 6 മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം? ഓവുലേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മെൻസ്ട്രൽ പീരീഡ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ടൈമിൽ എന്ത് ചെയ്യില്ല?
സെക്ഷൽ കോണ്ടാക്ട് ചെയ്താലും എന്താണ് പ്രഗ്നന്റ് ആവില്ല എന്നാണ് പറയുന്നത്. അതാണ് ലാക്ടേഷണൽ അമിനേറിയ. പക്ഷേ എല്ലാവർക്കും ഇത് നമുക്ക് എന്ത് ചെയ്യില്ല, എഫക്റ്റീവ് അല്ല. ഓക്കെ, എല്ലാ സ്ത്രീകൾക്കും ഇത് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് മൂന്നുമാണ് എന്തെന്ന് പറയണത്, നമ്മുടെ നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. നാച്ചുറൽ മെത്തേഡ്സിന്റെ പ്രത്യേകത, അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതെന്താണ്, സേഫ് ആണ്. വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാ, ഇല്ല, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, സേഫ് ആണ്. നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ല, അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്, 100% സക്സസ്ഫുൾ ആണോ ഇത്, ഇല്ല, ഫെയില്യൂവേഴ്സ് ഒരുപാടുള്ളതാണ്. ഫെയില്യൂവേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട് അതെന്താണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബാരിയർ മെത്തേഡ്സ് ആണ് അല്ലെ. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേ പ്രിവെന്റ് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേംസ് ആൻഡ് ഓവം. അതായത് സ്പേമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഫിസിക്കൽ ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലാതാക്കുക, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ്, മെയിൻ എക്സാമ്പിൾ കോണ്ടംസ്. അതിന് കോണ്ടംസിന് എക്സാമ്പിൾ നിരോധ് എന്ന് പറയും. കോണ്ടംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കോണ്ടംസിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, നിരോധ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കോണ്ടംസിന് 2 യൂസ് ഉണ്ട്. ഒന്ന് നമുക്കറിയാം, പ്രഗ്നൻസി തടയുക അല്ലെ, പ്രിവെന്റ് പ്രഗ്നൻസി ആണ്. അടുത്തത് എന്താണ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ യൂസർ ഫ്രം STDs. STDs എന്താണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അതായത് സെക്ഷൽ കോണ്ടാക്ട് വഴി പകരുന്ന രോഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ STDs എന്ന് പറയുന്നത്. ഈ STDsൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോണ്ടംസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ബാരിയർ മെത്തേഡും നമുക്ക് പറയാൻ പറ്റുമോ STD നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു, ഇല്ല. അതിൽ കോണ്ടംസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, STD നിന്ന് പ്രിവെന്റ് ചെയ്യൂ എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡ്യുവൽ യൂസസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രിവെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നു. അടുത്ത എന്താണ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ യൂസർ ഫ്രം STD. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ആൻഡ് ഡിസ്പോസിബിൾ. ഈസിലി അവൈലബിൾ ആണ്, നമുക്കറിയാം മെഡിക്കൽ ഷോപ്പിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞ കോണ്ടംസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പോസിബിളും എന്താണ്, ഈസിയാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡ്യുവൽ യൂസസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത വേറെ ബാരിയർ മെത്തേഡ്സ് ഒക്കെ ഏതാണ്, ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾസ്, ഇതൊക്കെ എന്താണ്, അതും ബാരിയേഴ്സ് ആണ്. പക്ഷെ ആരിലാണ് അത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫീമെയിൽസിലത്തെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഫീമെയിൽസിൽ ഉപയോഗിക്കുന്ന ബാരിയർ മെത്തേഡ്സ് ആണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്, വോൾസ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡും ചോദിക്കാറുണ്ട് കേട്ടോ. നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ, നെയിം ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് ഡെവലപ്ഡ് ബൈ CDRI. CDRIന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൌവിലുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫീമെയിൽസിന് വേണ്ടി, ഓറൽ പിൽസ്, മരുന്ന്, ഗുളിക, അതുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്കിനെ ചോദിക്കാറുണ്ട്, എപ്പോഴും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ്, അതിന്റെ പേരാണ് സഹേലി. എന്താണ്, സഹേലി. അപ്പൊ ഓറൽ കോൺട്രാസെപ്റ്റീവ്, നമ്മുടെ CDRI ഉണ്ടാക്കിയ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫീമെയിൽസിന് വേണ്ടി ഏതാണ്, സഹേലിയാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ IUDs? എന്താണ് IUDs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെ. യൂട്രസിലേക്ക് ഇൻസർട്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ദാറ്റ് ഈസ് ഡിവൈസസ് inserted into uterus. യൂട്രസിലേക്ക് ഇൻസർട്ട് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, IUDs. IUDs ഫുൾ ഫോം അറിഞ്ഞൂടെ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയും. അടുത്തത്, നെയിം 1 കോപ്പർ റിലീസിംഗ് ആൻഡ് 1 ഹോർമോൺ റിലീസിംഗ് IUDs. നമുക്കറിയാം 3 ടൈപ്പ് IUDs ഉണ്ട്. ഒന്നെന്താണ്, ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDs, നോൺ മെഡിക്കേറ്റഡ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലിപ്പീസ് ലൂപ്പ്. ഏതാണ്, ലിപ്പീസ് ലൂപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണത്, ചോദിക്കാറ്. അപ്പൊ നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ എന്താണ്, ലിപ്പീസ് ലൂപ്പ് ആണ്. അടുത്തതാണ് കോപ്പർ റിലീസിംഗ്. അടുത്ത IUD കോപ്പർ റിലീസിംഗ്. കോപ്പർ റിലീസിംഗ് IUDsന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ്, കോപ്പർ T, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, കോപ്പർ T, അതുപോലെ കോപ്പർ 7, മൾട്ടി ലോഡ് 375, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോപ്പർ റിലീസിംഗ് IUDsന് എക്സാമ്പിൾ. അടുത്തതാണ് ഹോർമോൺ
ഹോർമോണൽ IUDs അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് കോപ്പർ റിലീസിങ് ആൻഡ് നമ്മുടെ ഹോർമോൺ റിലീസിങ് IUDs. ഹോർമോൺ റിലീസിങ് IUDsന് എക്സാമ്പിൾ ആണ് നമ്മുടെ LNG-20, പ്രൊജസ്റ്റാസെർട്ട്. LNG-20യും പ്രൊജസ്റ്റാസെർട്ടുമാണ് എന്തിന് എക്സാമ്പിൾ? നമ്മുടെ ഹോർമോൺ റിലീസിങ് IUDs. അപ്പൊ 3 തരത്തിലുള്ള IUDs ഉണ്ട്. ഏതൊക്കെയാണ്? നോൺ മെഡിക്കേറ്റഡ് എക്സാമ്പിൾ ലിപ്പീസ് ലൂപ്പ്, കോപ്പർ റിലീസിങ് എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടാ. തന്നിട്ടുള്ള 3 എക്സാമ്പിളും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. അടുത്തത് ഹോർമോൺ റിലീസിങ് IUDs ഏതൊക്കെയാണ്? LNG-20, പ്രൊജസ്റ്റാസെർട്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോപ്പർ റിലീസിങ്ങിനും അതേപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUDsന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അത് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. IUDs ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് എക്സാമ്പിൾ അടക്കമാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഇത് ചോദിക്കാറ്. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓഡ് വൺ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നോക്കിയേ, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്, IUDs, ലാക്ടേഷൻ അമിനേറിയ. പെട്ടെന്ന് കിട്ടും, നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞോളൂ അല്ലെ. ഏതാണ്? ഇതിലേതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? ഓഡ് വൺ ആയിട്ടുള്ളത് നമ്മുടെ IUDs ആണ്. ബാക്കിയൊക്കെ എന്താണ്? അതേഴ്സ് ആർ നാച്ചുറൽ മെത്തേഡ്സ് അല്ലെ. ബാക്കി എന്താണ്? നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അത് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ STIs? അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും എക്സാമിന് ചോദിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചോദ്യം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ചോദിക്കാറ് എപ്പോഴും. വാട്ട് ആർ STDs ചോദിക്കാം, STIs എന്ന് ചോദിക്കാം കേട്ടാ. STIs എന്ന് പറയുമ്പോൾ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. STD എന്ന് കൊടുത്താൽ എന്താണ്? നമുക്ക് ഇവിടെ ഇൻഫെക്ഷൻസിന് പകരം എന്ത് എഴുതിയാൽ മതി? ഡിസീസസ് എന്ന് എഴുതിയാൽ മതി. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. I ആണെന്നുണ്ടെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ. അടുത്തത് റൈറ്റ് ടു എക്സാമ്പിൾസ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? STDsന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, സിഫിലിസ്, ഗൊണേറിയ. മെയിൻ ആയിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയണ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്ത്? എയ്ഡ്സ് അല്ലെ. എയ്ഡ്സ്, അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, ക്ലാമിഡയാസിസ്, ജെനിറ്റൽ ഹെർബ്സ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് നമ്മുടെ STDs എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സിഫിലിസ്, ഗൊണേറിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ക്ലാമിഡയാസിസ്, ജെനിറ്റൽ ഹെർബ്സ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 2 എക്സാമ്പിൾ. അപ്പൊ നമുക്ക് 2 എക്സാമ്പിൾ എഴുതിയാൽ മതി. പക്ഷേ എല്ലാ എക്സാമ്പിളും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ. ഇനി അടുത്തത്, റൈറ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് STIs. എന്താണ് പ്രിവെന്റീവ് മെത്തേഡ്? ഇത് എങ്ങനെ വരാതിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ എന്താ ചെയ്യുക? അവോയ്ഡ് കോയിറ്റസ് അല്ലെങ്കിൽ അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട്, അവോയ്ഡ് കോയിറ്റസ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അതായത് അറിയാത്തതോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആയ ആളുകളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സെക്ഷൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തെന്താണ്? യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി കോയിറ്റസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? കോണ്ടംസ് ഉപയോഗിക്കണം. കോണ്ടംസ് എന്ന് എടുത്ത് പറയാൻ കാരണം എന്താണ്? കോണ്ടംസിന്റെ നമ്മൾ ഡ്യുവൽ യൂസസ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് എന്തായിരുന്നു? അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട്, അവോയ്ഡ് അല്ല, പ്രിവെന്റ് STDs എന്നായിരുന്നു അല്ലേ. അപ്പൊ കോണ്ടംസ് എപ്പോഴും എന്ത് ചെയ്യുക? കോയിറ്റസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. പിന്നെ എന്തായിരുന്നു? ഇൻ കേസ് ഓഫ് ഡൗട്ട്, കൺസൾട്ട് എ ക്വാളിഫൈഡ് ഡോക്ടർ. എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ് ഡോക്ടർ എന്ന് പറയുന്നത്? ചില ആളുകൾക്ക്, ചിലതെന്നല്ല, ഇപ്പോഴും നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ പറയാനായിട്ട്, ഓപ്പൺ ആയിട്ട് പറയാനും ഒക്കെ എന്താണ് പല ആളുകളും എന്ത് ചെയ്യുന്നില്ല? മടിയാണ് അല്ലെ. എല്ലാവരും മറച്ചു വെക്കും.
എന്നിട്ട് ഇതുപോലെ തന്നെ പൊടിക്കൈകളും അല്ലെങ്കിൽ ഇങ്ങനെ വ്യാജമായ ഡോക്ടറുടെ അടുത്തൊക്കെ ചെല്ലുക, അങ്ങനെയുള്ള കേസസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ തന്നെ എന്ത് ചെയ്യണം, പോയി കണ്ട് ചികിത്സ നേടണം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രിവെന്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും പഠിച്ചിരിക്കണം, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നമുക്കൊരു പെട്ടി തന്നിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാരിയർ മെത്തേഡ് ഉണ്ട്, കോപ്പർ റിലീസിങ് IUDs ഉണ്ട്, നാച്ചുറൽ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ് ഒക്കെ തന്നിട്ടുണ്ട്. നോക്കിയേ, ബാരിയർ മെത്തേഡിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്, കോണ്ടംസ് ആണ്. അപ്പൊ അടുത്ത നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡയഫ്രംസ്, വാൾസ്, സെർവിക്കൽ ക്യാപ്പ്, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇവിടെ എഴുതാന്നാണ്. സെർവിക്കൽ ക്യാപ്പോ അല്ലെങ്കിൽ വോൾട്ടോ ഡയഫ്രംസോ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, കോപ്പർ റിലീസിങ് IUDs. കോപ്പർ റിലീസിങ് IUDs നമുക്ക് ഇവിടെ CUT തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോപ്പർ T ആണ്, കോപ്പർ 7 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മൾട്ടി ലോഡ് 375 ഇല്ലേ, മൾട്ടി ലോഡ് 375 എഴുതാം അല്ലെ, ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. ഇനി അടുത്ത നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തത് ഏതൊക്കെയാണ്, ഒന്നല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ്, അതായത് കോയിറ്റസ് ഇന്ററപ്റ്റസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് എന്തായിരുന്നു, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനേറിയ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എടുത്തെഴുതുക. പിന്നെ സർജിക്കൽ മെത്തേഡ് ഏതാണ്, വാസെക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മെയിൽസില് പുരുഷന്മാരില് വാസ് ഡെഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, വാസെക്ടമി എന്ന് പറയുന്നത്. സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബ് ഇല്ലേ, ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്ന സർജിക്കൽ മെത്തേഡ്, ഇതിനെയാണ് നമ്മൾ ട്യൂബെക്ടമി എന്ന് പറയും. ട്യൂബെക്ടമി രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ, സർജിക്കൽ മെത്തേഡ് രണ്ടെണ്ണം ഉള്ളൂ. ഒന്നെന്താണ്, ട്യൂബെക്ടമിയും, അടുത്തത് എന്താണ്, വാസെക്ടമിയും. ട്യൂബെക്ടമി മനസ്സിലായില്ലേ, അതായത് സ്ത്രീകളില് ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് ട്യൂബെക്ടമി. പുരുഷന്മാരില് വാസ് ഡെഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത് വാസെക്ടമി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ മറ്റേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം, കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, categorize the given birth control methods into 3 groups with proper ഹെഡ്സ്, അതായത് ഹെഡിങ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ഹെഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഹെഡിങ് ഉപയോഗിച്ചിട്ട് ഇതെന്തിനാ, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം, സെർവിക്കൽ ക്യാപ്പ് ആണ്. അപ്പൊ സെർവിക്കൽ ക്യാപ്പ് ഏതിലായിരിക്കും, ബാരിയർ മെത്തേഡിലാണ്. നേരത്തെ കണ്ടത് തന്നെ കേട്ടോ, അത്രേ ഉള്ളൂ, വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്നുള്ളൂ കേട്ടാ. ബാരിയർ മെത്തേഡ്. അപ്പൊ ആദ്യത്തേത് ഏതാണ്, നമ്മുടെ ബാരിയർ മെത്തേഡാണ്. ബാരിയർ മെത്തേഡിൽ ഒന്നാമത്തേത് ഏതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കിട്ടി സെർവിക്കൽ ക്യാപ്പ്. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുത്തു, എടുത്തെഴുതി. അടുത്ത നോക്കിയേ, വാസെക്ടമി ഏതായിരുന്നു, സർജിക്കൽ മെത്തേഡ് ആണ് അല്ലെ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതണം, സർജിക്കൽ മെത്തേഡ് എന്ന് എഴുതാ. അതിലേതെടുത്തെഴുതണം, നമുക്ക് കിട്ടിയത് ഏതാണ്, വാസെക്ടമി ആണ് അല്ലെ, വാസെക്ടമി. അടുത്തത് എന്താണ്, അടുത്തത് CUT ഏതായിരുന്നു, CUT ഏതിലാണ്, CUT ഹെഡിങ് നമ്മൾ ഏത് കൊടുക്കും, IUDs കോപ്പർ റിലീസിങ് വരുന്നത്, ദാറ്റ് ഈസ് IUDs, ദാറ്റ് ഈസ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. IUDs അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, CUT എന്ന് എഴുതി, IUDs. അടുത്തത് ട്യൂബെക്ടമി ഏതിലെഴുതണം, നമ്മള് സർജിക്കൽ മെത്തേഡിൽ എഴുതണം, ട്യൂബെക്ടമി. അടുത്തത് എന്താണ്, ഡയഫ്രംസ് ഏതിലാ വരാ, നമ്മുടെ ബാരിയർ മെത്തേഡ്സിലാണ് എന്ത് വരുന്നത്, ഡയഫ്രംസ് വരാം കേട്ടോ, ഡയഫ്രംസ്. അടുത്തത് എന്താണ്, കോണ്ടംസും ഏതിൽ തന്നെയാ വരാ, കോണ്ടംസും നമ്മളെ ബാരിയർ മെത്തേഡ്, കോണ്ടംസ്. അടുത്തത് എന്താണ്, ലിപ്പീസ് ലൂപ്പ് ഏതിലാ വരാ, IUD അല്ലത്, ലിപ്പീസ് ലൂപ്പ്. നോൺ മെഡിക്കേറ്റഡ് നമ്മൾ പഠിച്ചില്ലേ, ലിപ്പീസ് ലൂപ്പ് കണ്ടാ. അപ്പൊ ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യാൻ, ഹെഡിങ് കൊടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഹെഡിങ് നമുക്ക് തരൂല, നമ്മൾ എന്ത് ചെയ്യണം, എഴുതി ആ ഹെഡിങ്ങിന് താഴെ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇത് ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്സ്. നമ്മൾ ഡയഗ്രാം കണ്ട് മനസ്സിലാക്കി അതിന്റെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് എഴുതാം. ഇതേതാണ്, ഈ ഒരു ചിത്രം കണ്ട പെട്ടെന്ന് മനസ്സിലാവും, എന്താണ്, ഒരു ടീ പോലെ അല്ലേ. അപ്പൊ ഏതായിരിക്കും, ടീ പോലെ നമ്മൾ ആകെ ഒരെണ്ണം പഠിച്ചിട്ടുള്ളൂ, ഏതാണ്, IUDയിലുള്ള കോപ്പർ ടീ. ഇതേതാണ്, കോപ്പർ ടീ ആണ് കേട്ടോ. കോപ്പർ ടീയുടെ പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, കോപ്പർ ടീ.
ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ ഇറ്റ് ആക്ട്സ്, എങ്ങനെയാണ് ഈ കോപ്പർ ടി അല്ലെങ്കിൽ കോപ്പർ റിലീസിങ് അയോഡീസ് ഒക്കെ ആക്ട് ചെയ്യണത് എങ്ങനെയാണ്? ഇത് എന്ത് റിലീസ് ചെയ്യും? കോപ്പർ റിലീസ്, കോപ്പർ അയോൺസിന്, കോപ്പർ അയോൺസ് ആർ റിലീസ്ഡ് അല്ലെ, കോപ്പർ അയോൺസിന് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും, കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. അപ്പൊ ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? ഇത് ഇറ്റ് സപ്രസ്, എന്താണ്? ഇറ്റ് സപ്രസ് ദി മോട്ടിലിറ്റി ഓഫ് സ്പെർം, suppress the motility of sperm and fertilizing capacity, അതായത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ അയോൺസിനെ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കോപ്പർ ടി ഉള്ളിലേക്ക് വെക്കുന്നതാണ് ട്ടോ, യൂട്രസിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഒരു ഡിവൈസ് ആണെന്ന് അറിയാലോ കോപ്പർ ടി. ഈ കോപ്പർ ടി കോപ്പർ അയോൺസിന് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? ഈ വരുന്ന സ്പേംസിന്റെ മോട്ടിലിറ്റിയും അതേപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും ഇവരെന്ത് ചെയ്യും? സപ്രസ് ചെയ്യും, നശിപ്പിച്ചു കളയും. അത് കഴിയും, ആ ഒരു കഴിവ് ഉണ്ടാവൂല അവർക്ക് സ്പേംസിന്. അപ്പൊ പിന്നെ സ്പേംസിന് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവോ? മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാ എന്ത് ചെയ്യും? സ്പേംസിനെ നശിപ്പിച്ച് കളയുക. ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കോപ്പർ ടീയുടെ ഫംഗ്ഷൻ. ഈ പിക്ചർ തന്നിട്ട് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിക്ചർ സിമ്പിൾ അല്ലേ, പെട്ടെന്ന് മനസ്സിലാവൂല. അപ്പൊ വരും, അതേപോലെ അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് MTP ചോദിക്കാറുണ്ട് ട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. MTP എന്താണെന്ന്, MTPയുടെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ്. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ഫുൾ ഫോം. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് എന്തിന്റെ ഫുൾ ഫോം? MTP. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ആക്ച്വൽ എയിം ഓഫ് ഇറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ MTP എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇതാണ് ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അതായത് ഇപ്പോ നമുക്ക് പല കേസസിൽ അറിയാം അല്ലെ, റേപ്പ് കേസസിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളയണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? MTP എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ എന്താണ്? ടു അവോയ്ഡ് അൺവാണ്ടഡ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം. അതാണ് MTPയുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് വിച്ച് പീരീഡ് ഓഫ് പ്രഗ്നൻസി സേഫ് ഫോർ MTP. MTP നടത്താനായിട്ട്, അതായത് മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അബോർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കളയാനായിട്ട് ഏത് ടൈം വരെയാണ് സേഫ് എന്ന് പറഞ്ഞത്? അതായത് 20 ആഴ്ച വരെ. ഇറ്റ് ഈസ് സേഫ് അപ് ടു എവിടം വരെയും? 20 വീക്സ് വരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇത് സേഫ് ആണ് എന്ന് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ്? ഇത് പ്രശ്നമാണ്, ഗുരുതരമാണ്. അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യില്ല. 20 വീക്സ് വരെയാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഈ MTP ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സർജിക്കൽ മെത്തേഡ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. തന്നിരിക്കുന്നത് ഏത് സർജിക്കൽ മെത്തേഡ് ആണ്? ആരാണ്? നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും. സ്ത്രീകളാണ്. അതായത് ഓവറി ആണെന്ന് മനസ്സിലാവും. അതായത് സ്ത്രീകളിൽ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഏതായിരിക്കും? ഏത് സർജിക്കൽ മെത്തേഡ് ആവും? സ്ത്രീകളിലാണെങ്കിൽ അതെന്താണ്? ട്യൂബെക്ടമി ആണ് അല്ലെ, ട്യൂബെക്ടമി. പിക്ചർ ശ്രദ്ധിക്കുക കേട്ടാ, പിക്ചർ തന്നിട്ട് ചോദ്യം വരാറുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻ നോക്കുക, ഏതാണെന്ന് നോക്കുക, എന്നിട്ട് സർജിക്കൽ മെത്തേഡിന്റെ പേര് എഴുതാം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ. മെയിൽ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അതിന്റെ പേരെന്തായിരുന്നു? അത് വാസക്ടമി എന്നാണ് അല്ലെ. അതിന്റെ പേരെന്താണ്? വാസക്ടമി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്, പിന്നെയും വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കംപ്ലീറ്റ് ദ ചാർട്ട് ഗിവൺ ബിലോ. നമുക്ക് തന്നിരിക്കുന്നതാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു IUDs എന്തായാലും ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടേ, എപ്പോഴും ചോദിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം IUDsന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പലതരത്തിലുള്ള അല്ലേ. അപ്പോൾ IUDസും എക്സാമ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കിയേ, ടൈപ്സ് ഓഫ് IUDs നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ലിപ്പീസ് ലൂപ്പ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും? ഇവിടെ നമ്മുടെ ഏതായിരിക്കും? നോൺ മെഡിക്കേറ്റഡ് ആണ് അല്ലെ. നോൺ മെഡിക്കേറ്റഡ് IUDs ആണ്. ഇനി നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നുണ്ട് ഏത് IUD ആണ് തന്നിട്ടുണ്ട്? കോപ്പർ റിലീസിങ് IUDs. അപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? കോപ്പർ T, കോപ്പർ 7, പിന്നെ ഏതായിരുന്നു? മൾട്ടി ലോഡ് 375. എന്താണ്? മൾട്ടി ലോഡ്
375. നിങ്ങൾ 375 എന്നുള്ള സാധനം മറക്കരുത്. അത് 375 തന്നെ എഴുതണേ, വേറെ നമ്പർ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അടുത്ത നോക്കിയേ, പ്രൊജസ്റ്റാസർട്ട്. പ്രൊജസ്റ്റാസർട്ട് ഏതായിരിക്കും? ഹോർമോൺ റിലീസിങ് ആണ് കേട്ടാ. ഹോർമോൺ റിലീസിങ് IUD ആണ് ഇത് പ്രൊജസ്റ്റാസർട്ട്. പ്രൊജസ്റ്റാസർട്ട് മാത്രമേ ഉള്ളൂ? അല്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ല, ദാറ്റ് ഈസ് LNG-20. ഏതാണ്? LNG-20. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെയും പറയുന്നു. IUDs ഇമ്പോർട്ടന്റ് ആണ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അടുത്തത്, there are several methods of in vitro fertilization to assist couples who lack the ability of fertilization. അതായത് ഫെർട്ടിലൈസേഷന് പറ്റാത്ത ആളുകളിൽ, കപ്പിൾസിന് എന്താണ്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കറിയാം അല്ലെ, കുട്ടികളാവാത്ത ദമ്പതികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള മെത്തേഡ്സിലൂടെ, ടെക്നിക്സിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗിവ് ദ പോപ്പുലർ നെയിം ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് കൊടുക്കുന്ന പേരെന്താണ്, മെയിൻ ആയിട്ടുള്ള പേരെന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയേണ്ടത്? അതൊരു ആർട്ടാണ് അല്ലെ. എന്ത് ആർട്ടാണ്? ആർട്ട്. ആർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ്. ആർട്ടിന്റെ ഫുൾ ഫോം പഠിക്കണം. ഈ പാഠത്ത് അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വരും. ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ അല്ലല്ലേ ഞാൻ പറഞ്ഞ, അസിസ്റ്റഡ് കേട്ടാ. അസിസ്റ്റഡ് എന്നാണ് കേട്ടാ. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി. അതാണ് ആർട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടാ. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇനി അടുത്ത നോക്കിയേ, സജസ്റ്റ് 2 ടെക്നിക്സ് ഓഫ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ദർ കണ്ടീഷൻസ് ഓഫ് ട്രാൻസ്ഫർ ടു അസിസ്റ്റ് ദീസ് പീപ്പിൾസ്. 2 ടെക്നിക്സ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ ഉള്ള 2 ടെക്നിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെ കണ്ടീഷനിലായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 2 ടെക്നിക്സ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിലുള്ള 2 ടെക്നിക്സ് ഏതൊക്കെയാണ്? ഒന്നെന്താണ്? നമുക്ക് പറയാം, സ്വിഫ്റ്റ് പറയാം അല്ലെ. സ്വിഫ്റ്റ് എന്താണ്? സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് കേട്ടാ. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സൈഗോട്ട് അതായത് പുറത്തേക്ക് എടുത്തിട്ട്, അതായത് സ്പേമിനെയും അതുപോലെ തന്നെ എഗ്ഗിനെയും പുറത്തേക്ക് എടുത്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് സൈഗോട്ട് ആവുമ്പോൾ അപ് ടു, ഇവിടെ പറയുന്നുണ്ട് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് കേട്ടാ. 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ല, വേറെ ഒരെണ്ണമുണ്ട്, IUT എന്ന് പറയും. IUT എന്ന് പറയുമ്പോൾ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അതായത് നമ്മുടെ 8 ബ്ലാസ്റ്റോമിയേഴ്സ് കഴിഞ്ഞാൽ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ സൈഗോട്ടിനെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? എവിടേക്കാണ്? നമ്മുടെ യൂട്രൈൻ ഉള്ളിലേക്ക്, യൂട്രസിന്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ വേറൊരു മെത്തേഡ് നമുക്ക് പറയാൻ പറ്റൂല, ഏതാണ്? ഗിഫ്റ്റ് പറഞ്ഞൂടെ? ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് നമ്മളെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഗാമേറ്റ്സ്, അതായത് ഇപ്പൊ എഗ്ഗിന് വല്ല കംപ്ലൈന്റോ അല്ലെങ്കിൽ സ്പേംസിന് വല്ല കംപ്ലൈന്റ്, സ്പേംസ് ഒന്നും കറക്റ്റ് ആയിട്ട് ഹെൽത്തി സ്പേം അല്ല, ഹെൽത്തി എഗ് അല്ല, അങ്ങനെയുള്ളതൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗാമേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗാമേറ്റ് അതായത് ഡോണറിന്റെയും വേറൊരു ദാതാവിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, സ്പേമോ എഗ്ഗോ മേടിച്ചിട്ട് എന്ത് ചെയ്യാം, ഫെലോപ്പിയൻ ട്യൂബിലേക്ക്. മെയിൻ ആയിട്ടത് എന്താ പറയാ, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് എഗ്ഗിന്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലേ, കാരണം ഫെർട്ടിലൈസേഷൻ നടത്താനും അതുപോലെ തന്നെ മറ്റേ ഇംപ്ലാന്റേഷനും യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ ഗാമേറ്റ് എഗ്ഗിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതായത് വേറൊരാളിൽ നിന്ന് എന്ത് ചെയ്യും, എഗ്ഗിനെ ഗിഫ്റ്റ് ആയിട്ട് മേടിക്കും, അതായത് മേടിക്കും, ഡോണറിന്റെ എന്ത് ചെയ്യും, എടുക്കും, ഗാമേറ്റിന് എടുക്കും. മനസ്സിലായില്ലേ? ഇതാണ് അപ്പൊ എന്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ. പിന്നെ അടുത്തതാണ് ICSI. ICSI എന്ന് പറയുമ്പോൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതായത്
നമ്മുടെ സ്പേമിന് വല്ല മോട്ടിലിറ്റി കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ട് വിചാരിക്കാം. സ്പേമിന് മോട്ടിലിറ്റി കുറവ്, ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കേസസിൽ എന്ത് ചെയ്യും, നേരിട്ട് സ്പേംസിന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, നേരിട്ട് എഗ്ഗിന്റെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഇഞ്ചെക്ട് ചെയ്ത് വെച്ചു കൊടുക്കും. ഇതാണ് ICSI എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, നമ്മളെ AI എന്ന് പറയും. AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് IUI എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ വരുന്നതാണ് നമ്മുടെ IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. സ്പേംസിന് ഇതുപോലെ തന്നെ മോട്ടിലിറ്റി ഒക്കെ കുറവ് വരുമ്പോൾ സ്പേംസ് എടുത്തിട്ട് നേരിട്ട് എന്ത് ചെയ്യുക, യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, IUI എന്ന്. നേരത്തെ പറഞ്ഞ എന്താണ്, സൈറ്റോപ്ലാസ്റ്റിലേക്ക്, എഗ്ഗിന്റെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് നേരിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ICSI. IUI എന്ന് പറയുമ്പോൾ എന്താണ്, സ്പേമിനെ എടുത്തിട്ട്, ഹെൽത്തി ആയിട്ടുള്ള സ്പേമിനെ എടുത്തിട്ട് ആ സ്ത്രീയുടെ നേരിട്ട് യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ ഇൻവിട്രോ മെത്തേഡ്സ് അല്ലെങ്കിൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും എക്സാമിന്. ഇതൊക്കെ എന്താണ്, എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് ചോദിക്കാറ് മെയിൻ ആയിട്ട് കേട്ടോ. എക്സ്പാൻഡ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ആർട്ട് ദാറ്റ് യൂസസ് എൻ ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയസ്. 8 ബ്ലാസ്റ്റോമിയസ് വരെ ആകുമ്പോഴുള്ള ആർട്ടിന്റെ മെത്തേഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 ബ്ലാസ്റ്റോമിയസ് വരെ ആകുമ്പോൾ ഏതാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതാണ് നമ്മുടെ സ്വിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് എന്ത്, 8 ബ്ലാസ്റ്റോമിയസ് വരെ ആകുമ്പോൾ നടത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following pairs of STDs is completely curable? STDs completely curable ആയിട്ടുള്ള, മാറ്റാൻ പറ്റുന്ന STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. നോക്കിയേ, HIV-യും ഹെപ്പറ്റൈറ്റിസ് ബിയും പറ്റില്ല. HIV എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സിനെ പറ്റുമോ മാറ്റാനായിട്ട്, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ? അല്ല. അപ്പൊ എന്തായാലും അത് നോക്കണ്ട, അത് പറ്റില്ല. ഇനി അടുത്തെന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബിയും ഗൊണേറിയയും പറ്റില്ല. ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്, മാറ്റാനായിട്ട് സാധിക്കില്ല. അടുത്ത നോക്കിയേ, സിഫിലിസും ഗൊണേറിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള STDs ആണ്. പക്ഷേ ആരെ പറ്റില്ല, ക്ലാമിഡയ, ജെനിറ്റൽ ഹെർബ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് സിഫിലിസും ഗൊണേറിയയുമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും, കംപ്ലീറ്റ്ലി ക്യൂറബിൾ STDs. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടാ, ശ്രദ്ധിക്കാം. അടുത്തതാണ് നമ്മുടെ സജസ്റ്റ് ആർട്ട് വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ്. നമുക്ക് ഓരോ കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമ്മളോട് ചെയ്യാനും പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതിന് പറ്റിയ ആർട്ടിന് എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏതാണ് ആർട്ട് എന്ന് നോക്കിയേ. എ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം, ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെന്റ്. ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഷനും അതേപോലെ തന്നെ ഇംപ്ലാന്റേഷൻ, അതായത് ബാക്കിയുള്ള മറ്റുള്ള ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇപ്പൊ കഴിഞ്ഞോളൂ നമ്മളെ എന്താണ്, ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, എന്താണ്, നമ്മളെ ഗാമേറ്റ് അങ്ങനെ വേറൊരു ഡോണറിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തു കൊടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, ഗിഫ്റ്റ്. അപ്പൊ അവിടെ പറ്റുന്ന ടെക്നിക്ക് ഏതാണ്, ഗിഫ്റ്റ് ആണ്. അടുത്ത നോക്കിയേ, മെയിൽ പാർട്ണർ ഈസ് അണേബിൾ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ ഓർ ഹാസ് എ വെരി ലോ സ്പേം കൗണ്ട്. ഒന്നല്ലെങ്കിൽ സ്പേം കൗണ്ട് കുറവ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിൽ എന്തായിരിക്കും, മെയിൽ പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കിന്റെ പേരെന്താണ്, അതാണ് നമ്മുടെ IUI എന്ന് പറയാം. IUI അല്ലെങ്കിൽ AI എന്നൊക്കെ പറയാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ഒക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഡസ് നോട്ട് ഒക്കർ വിത്തിൻ ദ ബോഡി ഓഫ് ഫീമെയിൽ. ഫീമെയിലിന്റെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റണില്ല, ഫ്യൂഷൻ നടക്കാൻ പറ്റണില്ല. ഗാമേറ്റ്സ് ഉണ്ടാവില്ല, സൈഗോട്ടൊന്നും ഫോം ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഗ്ഗിനെയും സ്പേമിനെയും പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഫ്യൂസ് ചെയ്ത് വെക്കണം, അല്ലെ, സൈഗോട്ടാക്കി മാറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, IVF എന്ന് പറയുന്നത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് പുരുഷന്മാരിൽ നിന്ന് സ്പേമിനെയും സ്ത്രീകളിൽ നിന്ന് എഗ്ഗിനെയും എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട്, ശരീരത്തിന് പുറത്ത് വെച്ച് എന്ത് ചെയ്യും, ഫ്യൂഷൻ ചെയ്ത് സൈഗോട്ടായി മാറുമ്പോഴാണ് എന്ത് ചെയ്യണം, ആ സൈഗോട്ടിനെയാണ് സ്ത്രീകളുടെ ശരീരത്തിലേക്ക് പിന്നെ നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. നല്ല സിമ്പിൾ ആണ് അല്ലേ? ചെറിയൊരു പാഠമാണത് അല്ലേ? വലിയ കൂടുതലായിട്ട് നമ്മൾ മാർക്കൊന്നും ഇല്ല, വെയിറ്റേജ് കൂടുതൽ അത്ര വലിയ കൂടുതലൊന്നുമല്ല. എങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലേ? IUDs, അതേപോലെ തന്നെ STDs, പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ആർട്ടിന്റെ ഒരുപാട് എക്സ്പാൻഡ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു പാഠമായിരുന്നു. നല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ടോപ്പിക്കും നമ്മൾ ടച്ച് ചെയ്ത് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഈ പാഠത്തിൽ നിന്ന് ഇനി എന്താ ചെയ്യാം, നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ചാപ്റ്ററുമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.